ഓഫീസിലെ ക്രിസ്മസ് പാർട്ടിക്ക് ഇടാനായിട്ട് എനിക്കൊരു ഡ്രസ്സ് വേണം. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഇന്നത്തെ പോക്ക്. നമ്മൾ നേരെ നടന്ന് നമ്മുടെ ടൗൺ സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാ കടകളും ഫുൾ ക്രിസ്മസ് തീമിലാണ്. പിന്നെ നമുക്കൊരു ഇതേപോലെ ഒരു ക്യാൻഡി ലൈൻ ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു സാന്റയുടെ ഒരു ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സാന്റയുടെ ഫോട്ടോ എടുക്കാനാണ് ഈ ജനങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാൻ ആദ്യം പോയത് ഡോട്ടിയിലോട്ടാണ്. അപ്പോൾ ഡോട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റോറാണ്. അവിടുന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട്. ഓഫീസ് വെയറും അല്ലാണ്ടുള്ള കാഷ്വൽ വെയറും ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇപ്രാവശ്യം ക്രിസ്മസിന് അവർക്ക് എന്താ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ കുറേ ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ, അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് നോക്കുമായിരുന്നു. ഇതും നല്ലതായിരുന്നു. ഇത് ഭയങ്കര ഒരു സമ്മറി ലുക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് സമ്മറിലാണ്. ബാക്കി എല്ലാ കൺട്രിയും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ക്രിസ്മസ് സമ്മറിലാണ്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചും കൂടെ സമ്മർ വൈബുള്ള ഡ്രസ്സസ്. എന്നിട്ടെല്ലാം എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പം എല്ലാം ഞാൻ എടുത്തു. ഒരു 3-4 ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഇത്ര എടുത്തത്. എന്നിട്ട് ഞാൻ അടുത്ത കടയിലോട്ട്. അപ്പോൾ ഈ കടയും കുറച്ച് നല്ല രസമുള്ള കടയാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്. ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഞാൻ ട്രൈ ചെയ്തത് ഇതാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴും എനിക്ക് ഡോട്ടിയിലുള്ള ഡ്രസ്സായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ ഇവിടെ നിന്നൊന്നും എടുത്തില്ല. ഇത് മേടിച്ച ഡ്രസ്സുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു 3-4 ഓർഡർ. എന്നിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. പോകുന്ന വഴിക്ക് ഒരു കൊറിയൻ സ്കിൻ കെയർ ഷോപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ കയറി. സ്കിൻ കെയർ മേക്കപ്പും ഉണ്ട്. സ്കിൻ കെയർ ഞാൻ കൊറിയൻ സ്കിൻ കെയറാണ് മേടിക്കുന്നതെങ്കിൽ ഞാൻ യൂഷ്വലി ഇവിടുന്നാണ് മേടിക്കാറ്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അവർക്ക് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെയും പിന്നെ അനുവയുടെയും ഒക്കെ നല്ല റേഞ്ചുണ്ട്. പക്ഷെ ഞാൻ ഇത്തവണ വന്നത് ടേർട്ടിൻ്റെ ഒരു ഫൗണ്ടേഷൻ മേടിക്കാനായിരുന്നു. അവരുടെ എപ്പോഴും ഫുൾ സൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അവർക്ക് അതിൻ്റെ സ്മോൾ സൈസ് വന്നിട്ടുണ്ടായിരുന്നു, മിനി സൈസ്. അപ്പോൾ അത് കണ്ടിട്ട് അത് മേടിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അത് മേടിച്ചു. ഇതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം, പിന്നെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഡോട്ടിയിൽ നിന്ന് മേടിച്ച സാധനമൊക്കെ ആയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ നമ്മുടെ റൗസിൽ ടൗൺ സെൻറ്ററിൽ ഇങ്ങനെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 2 മാസം മുന്നേ വെച്ചതാണ്. ക്രിസ്മസിന് 2 മാസം മുന്നേ വെച്ചതാണ്. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് അവസാനം ഞാൻ ആ ഡോട്ടിൽ നിന്ന് എടുത്ത ഡ്രസ്സിൽ നിന്നെല്ലാം ഞാൻ എടുത്തത് ഈ ഡ്രസ്സാട്ടോ. ബാക്കി ഡ്രസ്സസൊക്കെ ഞാൻ റിട്ടേൺ ചെയ്തു. എന്നിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ഓഫീസിലെ ക്രിസ്മസ് പാർട്ടിക്ക് പോകുന്ന പോക്കാണിത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡ്രസ്സ്. ചില ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് തോന്നില്ല. അങ്ങനെ ഒരു ഡ്രസ്സായിരുന്നു. ഓഫീസിലെ ക്രിസ്മസ് പാർട്ടി ആദ്യം തുടങ്ങുന്ന ഓഫീസിൽ വെച്ചിട്ട് അവിടെ കുറച്ച് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി റീസൺ കാരണം ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഓഫീസിൻ്റെ പുറത്തൊരു വെന്യൂ വെച്ചിട്ടായിരുന്നു നമുക്ക് ക്രിസ്മസ് ലഞ്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ലഞ്ച്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.